നമസ്കാരം. വളരെ പ്രതീക്ഷകളോടെ പുതിയൊരു വർഷത്തിലേക്ക് ഏവരും പ്രവേശിക്കാനായി പോവുകയാണ്. 2026 എന്ന പുതുവർഷം ആരംഭിക്കുവാൻ ഇനി അധികം ദിവസങ്ങളില്ല എന്നതാണ് വാസ്തവം, അല്ലെങ്കിൽ അധികം മാസങ്ങളില്ല. എന്നാൽ ഈ പുതുവർഷത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ ചില കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുകയാണ് എങ്കിൽ അത് ആ വീട്ടിലെ ഐശ്വര്യം വർദ്ധിപ്പിക്കുന്നതിന് സഹായകരമായി തീരും. ഏവരുടെയും വീടുകളിൽ ശ്രീകൃഷ്ണ വിഗ്രഹം ഉണ്ടാകുന്നതാണ്. ശ്രീകൃഷ്ണ വിഗ്രഹം നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ അതോടൊപ്പം സൂക്ഷിക്കേണ്ടതായ ചില കാര്യങ്ങളുമുണ്ട്. ഞാൻ ഈ പരാമർശിക്കുന്നതായ വസ്തുക്കൾ നിങ്ങളുടെ വീടുകളിൽ ഇല്ല എങ്കിൽ, ശ്രീകൃഷ്ണ വിഗ്രഹത്തോടൊപ്പം നിങ്ങൾ സൂക്ഷിച്ചിട്ടില്ല എങ്കിൽ, നിങ്ങൾക്ക് ഈ വർഷം അവസാനിക്കുന്നതിന് മുൻപ് വീടുകളിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്ന ഏറ്റവും വിശേഷപ്പെട്ടതായ വസ്തുക്കൾ തന്നെയായി ഇവ മാറുന്നതാണ്. അത് ആ വീട്ടിലേക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും കൊണ്ടുവരും. പുതുവർഷത്തിലേക്ക് ഏറ്റവും ഐശ്വര്യത്തോടെ ഭഗവാന്റെ അനുഗ്രഹത്തോടെ പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. ഏതെല്ലാമാണ് ആ വസ്തുക്കൾ, ആ വിശേഷപ്പെട്ടതായ വസ്തുക്കൾ എന്ന് ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം ഭഗവാനെ വന്ദിക്കുക. നിങ്ങൾക്കറിയാവുന്ന ഭഗവാന്റെ നാമങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ കേൾക്കുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൽ ആദ്യത്തേതായ വസ്തു മഞ്ഞപ്പട്ടാണ്. മഞ്ഞപ്പട്ടിന് അത്രമേൽ പ്രാധാന്യമുണ്ട്. അതിനാൽ വീടുകളിൽ അല്ലെങ്കിൽ പൂജാമുറിയിൽ സൂക്ഷിക്കേണ്ടതായ വസ്തുക്കളിൽ ഒന്നാണ് മഞ്ഞപ്പട്ട്. മഞ്ഞപ്പട്ട് നിങ്ങൾ വീടുകളിൽ കൊണ്ടുവരികയും ആ മഞ്ഞപ്പട്ടിന് മുകളിലായി ശ്രീകൃഷ്ണ വിഗ്രഹം വയ്ക്കുകയും ചെയ്യുക. നിങ്ങൾ ഇപ്രകാരമാണ് സൂക്ഷിച്ചിട്ടുള്ളത് എങ്കിൽ, അല്ലെങ്കിൽ ആ മഞ്ഞപ്പട്ടിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ, തീർച്ചയായും നിങ്ങൾക്ക് ആ പട്ട് മാറ്റി സ്ഥാപിക്കാവുന്നതുമാണ്. പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ വീടുകളിലേക്ക് ഐശ്വര്യം കൊണ്ടുവരുന്ന ഈ വസ്തു വാങ്ങി ശ്രീകൃഷ്ണ വിഗ്രഹത്തിന് അടിയിലായി സൂക്ഷിക്കുക. അതിന് മുകളിലായി വിഗ്രഹം വയ്ക്കുന്നതും ഭഗവാന്റെ വിഗ്രഹം അലങ്കരിക്കുന്നതും ഏറ്റവും ഉത്തമമാണ്. അതിനാൽ ഈ ഒരു കാര്യം ഏവർക്കും ചെയ്യുവാൻ സാധിക്കുന്ന വളരെ ലളിതമായ ഒരു കാര്യം കൂടിയാകുന്നു. രണ്ടാമത്തേതായ കാര്യം ചന്ദനം അല്ലെങ്കിൽ കളഭമാണ്. ഇവ നിങ്ങൾ വീടുകളിലേക്ക് കൊണ്ടുവരികയും ഭഗവാന്റെ വിഗ്രഹത്തോടൊപ്പം സൂക്ഷിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ അത് സർവ്വ ഐശ്വര്യപ്രദമാണ് എന്നതാണ് വാസ്തവം. ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം ആ വീടുകളിൽ വർദ്ധിക്കുന്നതാണ്. നിങ്ങൾ ചെയ്യുന്നതായ ഏതൊരു പ്രവൃത്തിക്കും അത് ഇരട്ടി ഫലം നൽകുന്നതിന് സഹായകരമായി തീരും. ആ വീടുകളിൽ പോസിറ്റീവായ ഊർജം ഇരട്ടിയായി വർദ്ധിക്കുന്നതിന് സഹായകരമായി തീരും. അത് നിങ്ങൾക്കും അനുഭവഭേദ്യമാകുന്ന സാഹചര്യം തന്നെയാണ് ജീവിതത്തിൽ രൂപപ്പെടുക എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. കുന്നിക്കുരു അല്ലെങ്കിൽ മഞ്ചാടിക്കുരു പ്രാധാന്യം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇവ വീടുകളിൽ സൂക്ഷിക്കുകയാണ് എങ്കിൽ അവ വീടുകളിൽ ഭഗവാന്റെ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിന് സഹായകരമായി തീരും. ഏവരുടെയും ആവശ്യവും അത് തന്നെയാണ്. ഭഗവാന്റെ അനുഗ്രഹവും സാന്നിധ്യവും വീടുകളിൽ ഉണ്ടാകണം എന്ന് മനസ്സുരുകി പ്രാർത്ഥിക്കുന്ന ഏതൊരു ശ്രീകൃഷ്ണ ഭക്തനും ഭക്തയ്ക്കും വീടുകളിൽ വളരെ ശ്രദ്ധയോടെ ഭക്തിയോടെ സൂക്ഷിക്കുവാൻ സാധിക്കുന്ന ഒരു വസ്തുവാണ് കുന്നിക്കുരു അഥവാ മഞ്ചാടിക്കുരു. നിങ്ങൾ തീർച്ചയായും വീടുകളിൽ സൂക്ഷിക്കണം. നിങ്ങൾക്ക് തീർച്ചയായും ഭഗവാന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ സാധിക്കും. അത് തീർച്ചയായും പലരുടെയും അനുഭവം തന്നെയാണ്. വീടുകളിൽ ഈ വർഷം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ കൊണ്ടുവരിക. ഞാൻ ഈ പരാമർശിക്കുന്ന വസ്തുക്കൾ നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ മറ്റു വസ്തുക്കൾ, അതായത് ഇല്ലാത്തതായ വസ്തുക്കൾ വാങ്ങി വയ്ക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. മറ്റൊന്ന് നെയ്യാണ്. നെയ്ക്ക് അത്രമേൽ പ്രാധാന്യമുണ്ട്. നെയ്വിളക്ക് തെളിയിക്കുകയാണ് എങ്കിൽ പോലും ആ വീടുകളിൽ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുവാൻ സാധിക്കും. എന്നാൽ അത് ഏവർക്കും സാധ്യമായ ഒരു കാര്യമാകണം എന്നില്ല. അതിനാൽ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നതായ കാര്യം
ഭഗവാന്റെ വിഗ്രഹത്തിനടുത്തായി ഒരു ചെറിയ കുപ്പിയിലാണ് എങ്കിലും നെയ്യ് വാങ്ങി സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഇപ്രകാരം ചെയ്യുന്നത് ഏറ്റവും ശുഭകരമാണ്. നിത്യവും വിളക്ക് തെളിയിക്കുമ്പോൾ അല്പം നെയ്യ് ഭഗവാന് സമർപ്പിച്ചതിന് ശേഷം അത് കുടുംബത്തിലെ അംഗങ്ങൾ സേവിക്കുന്നതും ഏറ്റവും ഉത്തമമാണ്. ആരോഗ്യവർദ്ധനവിന്, ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഉയർച്ച നേടുന്നതിനും ബുദ്ധിവൈഭവത്തിനും ഏറ്റവും ഉത്തമമാണ്. പ്രത്യേകിച്ചും വീടുകളിൽ പഠിക്കുന്ന കുട്ടികളുണ്ട് എങ്കിൽ തീർച്ചയായും ഈ ഒരു കാര്യം ഏവർക്കും ചെയ്യാവുന്നതാണ്. ഈ ഒരു കാര്യവും നിങ്ങൾ പ്രവർത്തിക്കുക. അത് രാവിലെയും സന്ധ്യയ്ക്കും ചെയ്യുവാൻ സാധിക്കുന്നു എങ്കിൽ ഉത്തമമാണ്. സാധിക്കുന്നില്ല എങ്കിൽ ഒരു നേരമെങ്കിലും നിങ്ങൾ ഇപ്രകാരം സമർപ്പിച്ച് അത് കുടുംബാംഗങ്ങൾ ഏവരും സേവിക്കുവാൻ ശ്രദ്ധിക്കുക. ഒരു ചെറിയ കുപ്പിയാണ് എങ്കിലും നിങ്ങൾ വീടുകളിൽ വാങ്ങി സൂക്ഷിക്കുവാൻ ശ്രദ്ധിക്കണം. ഇനി വീടുകളിൽ തന്നെ തയ്യാറാക്കുവാൻ സാധിക്കുന്നു എങ്കിൽ അത് ഏറ്റവും വിശേഷമാണ്. ആ കാര്യവും ഓർക്കുക. മറ്റൊന്ന് കവടിയാണ്. കവടിക്ക് അത്രമേൽ പ്രാധാന്യമുണ്ട്. മഹാലക്ഷ്മി പ്രീതി പോലും ഒരു വീട്ടിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്ന വസ്തുക്കളിൽ ഒന്നാണ് കവടി. അതിനാൽ കവടി വീടുകളിൽ സൂക്ഷിക്കുന്നതിലൂടെ ആ വീടുകളിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം വർദ്ധിപ്പിക്കുവാനും സാന്നിധ്യം വർദ്ധിപ്പിക്കുവാനും സാധിക്കും. ഇതും പലരുടെയും അനുഭവം തന്നെയാണ്. നിങ്ങൾക്കും ഈ ഒരു കാര്യം വീടുകളിൽ പ്രവർത്തിക്കാവുന്നതാണ്. അതിനാൽ കവടിയും വീടുകളിൽ സൂക്ഷിക്കുക. അടുത്തുള്ള പൂജാ സ്റ്റോറുകളിൽ നിങ്ങൾക്ക് കവടി ലഭ്യമാണ് എന്നതും വാസ്തവമാണ്. ഓൺലൈനായിട്ടാണ് എങ്കിലും നിങ്ങൾക്ക് വാങ്ങുവാൻ സാധിക്കും. ഇനിയും ദിവസങ്ങളുണ്ട്. തീർച്ചയായും അതിന് മുന്നോടിയായി തന്നെ ഈ ഒരു വസ്തു വീടുകളിൽ വാങ്ങി സൂക്ഷിക്കുവാൻ ഏവരും ശ്രദ്ധിക്കണം. പശുവും കുട്ടിയും വീടുകളിൽ വാങ്ങി സൂക്ഷിക്കുന്നത്, അത്തരത്തിലുള്ള പ്രതിമ നിങ്ങൾ വീടുകളിൽ വാങ്ങി സൂക്ഷിക്കുന്നത് അത്രമേൽ ശുഭകരമാണ് എന്നതാണ് വാസ്തവം. സർവ്വദേവതകളും കുടികൊള്ളുന്ന ഒരു ജീവിയാണ് പശു. അതിനാൽ ആ പശുവിൻ്റെ വിഗ്രഹം പോലും വീടുകളിൽ വാങ്ങി സൂക്ഷിക്കുന്നത് ആ വീടുകളിലെ ഐശ്വര്യം എത്രമേൽ വർദ്ധിപ്പിക്കും എന്ന് ഏവർക്കും അറിയാം. അതിനാൽ തീർച്ചയായും നിങ്ങൾക്ക് വീടുകളിൽ സൂക്ഷിക്കുകയാണ് എങ്കിൽ ഭഗവത് പ്രീതി ഇരട്ടിപ്പിക്കുന്നതുമായ വസ്തുക്കളിൽ ഒന്നാണ് പശുവും കിടാവും. ഭഗവാന്റെ വിഗ്രഹത്തോടൊപ്പം തന്നെ നിങ്ങൾ സൂക്ഷിക്കുവാൻ മറക്കാതിരിക്കുക. മറ്റൊരു വസ്തുവായി പരാമർശിക്കുന്നത് ഓടക്കുഴലാണ്. ഓടക്കുഴൽ ഭഗവാന്റെ വിഗ്രഹത്തോടൊപ്പം സൂക്ഷിക്കുകയാണ് എങ്കിൽ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യങ്ങളുമാണ് വന്നു ചേരുക. ഇനി ഓടക്കുഴൽ ഊതുന്ന വിഗ്രഹമാണ് നിങ്ങളുടെ വീടുകളിൽ ഉള്ളത് എങ്കിൽ നിങ്ങൾ ആ ഓടക്കുഴൽ, അതായത് പുതുതായി വാങ്ങുന്ന ഓടക്കുഴൽ വിഗ്രഹത്തിൻ്റെ പുറകിലായി സ്ഥാപിക്കുവാൻ മറക്കാതിരിക്കുക. ഇപ്രകാരം ചെയ്യുന്നത് ഐശ്വര്യ വർധനവിന് ഏറ്റവും ഉത്തമം തന്നെയാകുന്നു. ഒരു വീട്ടിൽ നിർബന്ധമായും ഉണ്ടാകേണ്ട ഒരു വസ്തുവാണ് തേൻ. തേനിന് അത്രമേൽ ആരോഗ്യപരമായ ഉയർച്ച നൽകുവാൻ സാധിക്കുന്ന ഒരു വസ്തുവാണ്. അത് പൂജാമുറിയിൽ വയ്ക്കുകയും നിത്യവും ഭഗവാന് അല്പം നേദിച്ച് അത് നിങ്ങൾ സേവിക്കുകയാണ് എങ്കിൽ അത്രമേൽ ശുഭകരമാണ്. അതിനാൽ നെയ്യും തേനും ഇപ്രകാരം ചെയ്യുവാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അത് ആരോഗ്യപരമായ ഉയർച്ച മാത്രമല്ല, പോസിറ്റീവായ ഊർജവും ഭഗവാന്റെ അനുഗ്രഹവുമാണ് നിങ്ങളിലേക്ക് പ്രദാനം ചെയ്യുക. തീർച്ചയായും വീടുകളിൽ ഏവരും നിത്യവും ഒരു നേരമെങ്കിലും സേവിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റൊന്ന് ഉറിയാണ്. ഉറി എവിടെ ലഭിക്കും എന്ന് പലർക്കും സംശയമുണ്ടാകാം. അത് ഫാൻസി സ്റ്റോറുകളിലാണ് എങ്കിലും നിങ്ങൾക്ക് ലഭ്യമാകും. തീർച്ചയായും വാങ്ങി വീടുകളിൽ സൂക്ഷിക്കുവാൻ മറക്കാതിരിക്കുക. സമ്പൽ സമൃദ്ധിയും ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ഭഗവാൻ പ്രദാനം ചെയ്യും.